Hello dears, welcome to the class. Today we are going to discuss about our second unit, away from diseases. Diseases എന്ന് പറഞ്ഞാൽ രോഗങ്ങളാണ്. അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഒരു ഡോക്ടറും അതുപോലെ തന്നെ ഒരു അമ്മയും കുട്ടിയുമാണ് അല്ലേ? It is a viral fever. Anyone else at home caught with fever? ഡോക്ടർ അമ്മയോട് ചോദിക്കുകയാണ്, ഇതൊരു വൈറൽ ഫീവർ ആണ്, വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ പനി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മ പറയാണ്, യെസ്, ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വർ എഫക്റ്റഡ്. എനിക്കും ഇവൻ്റെ ചേച്ചിക്കും പനി ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. ഡിഡ് യു റീഡ് ദ കോൺവെർസേഷൻ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീവർ? വാട്ട് ഷുഡ് ബി ഡൺ ദ പ്രിവെൻറ്റ് ദ സ്പ്രെഡിംഗ് ഓഫ് ദ ഡിസീസസ് ടു അതേഴ്സ്? Write the names of diseases you know in your science diary. Are they all communicable? ആ ഡോക്ടറും ആ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ ശ്രദ്ധിച്ചില്ലേ എന്നാണ് പറയുന്നത്. എന്തായിരുന്നു ഫീവറിന് കാരണം? ഡോക്ടർ എന്താ പറഞ്ഞത്? വൈറൽ ഫീവർ എന്നാണ് അല്ലേ? നമുക്ക് ഇങ്ങനെയുള്ള സ്പ്രെഡാവുന്ന, അതായത് പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കേണ്ടി വരും? ഡോക്ടർ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്കും സിസ്റ്ററിനും ഉണ്ടെന്ന്. അപ്പോൾ അവരിൽ നിന്നാണ് ആ കുട്ടിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സ്പ്രെഡായിട്ടുള്ള ഒരു ഡിസീസസ് ആണ് അല്ലേ? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നാണ് പറയുന്നത്, അതായത് പകരുന്ന അസുഖം. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് മോർ ഡിസീസസ്. താഴെ തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പകരുന്ന രോഗങ്ങളും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത രോഗങ്ങളെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് എക്സാമ്പിളായിട്ട് ഡെങ്കു ഫീവർ, ജോണ്ടിസ് ഇതാണ് തന്നിരിക്കുന്നത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് ക്യാൻസർ, ഡയബറ്റീസ്. ഇനി കുറച്ച് അസുഖങ്ങൾ കൂടി നോക്കാം. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഏതൊക്കെയാണ്? ചിക്കൻ പോക്സ്, TB, കോളറ, എയ്ഡ്സ്, മലേറിയ, ടൈഫോയിഡ്. നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണ്? അൾസർ, ബ്ലഡ് പ്രഷർ, ആസ്മ, അൽഷിമേഴ്സ്, ഫാറ്റി ലിവർ ഇതൊക്കെയാണ്. ഇതൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. Communicable diseases are those which spread from one person to others. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗത്തെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ പകർച്ചവ്യാധി എന്ന് പറയുന്നത്. പാൻഡമിക്സ്. When communicable diseases spread to other countries or continents and affect a large number of people, it is called a pandemic. Smallpox, tuberculosis, plague, COVID-19, etc. are some of the pandemics that we have survived. എന്താണ് പാൻഡമിക്സ് എന്ന് പറയുന്നത്? മഹാമാരി എന്നാണ് മലയാളത്തിൽ പറയുക. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന്, ഒരു കോണ്ടിനെൻറ്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനെൻറ്റിലേക്കോ ഒക്കെ വ്യാപിച്ച് ഒരുപാട് ആളുകൾക്ക് രോഗം വരുന്നതാണ് പാൻഡമിക് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലാഗ്, COVID-19 എന്നതൊക്കെ. ഇതിൽ COVID-19 നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? Are we more likely to get affected when we come into contact with someone who is sick? What cause communicable diseases? Can we see them? ഒരാൾക്ക് പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ അയാളിൽ നിന്നും ആ രോഗം നമുക്ക് വരാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്? അയാളിൽ നിന്ന് എപ്പോഴും ഒരു അകലം സൂക്ഷിക്കണം, വേണ്ടേ? അതുപോലെ തന്നെ എന്തായിരിക്കും കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ കാരണം എന്ന് പറയുന്നത്? അവരിൽ നിന്ന് ആ രോഗം, അത് വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, നമ്മളിലേക്ക് എത്തുന്നത്. അവിടെയാണ് നമുക്കും ആ രോഗം വരുന്നത്. ക്യാൻ വി സീ ദം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കതിനെ കാണാൻ കഴിയുമോ? കാണാൻ കഴിയില്ല അല്ലേ? നമ്മൾ രോഗാണുക്കളെ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? പത്തോജൻസ്. മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസസ് ആൻഡ് ഫംഗി ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്ഡ് ഐസ്. ദേ ആർ കോൾഡ് പത്തോജൻസ് ബിക്കോസ് ദേ കോസ് ഡിസീസസ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത, മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ സാധിക്കുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗി ഇതൊക്കെയാണ് നമുക്ക്
രോഗങ്ങൾ പരത്തുന്ന സൂക്ഷ്മജീവികൾ. ഇങ്ങനെ രോഗങ്ങൾ പരത്തുന്നത് കൊണ്ടാണ്, അതിന് കാരണമാകുന്നത് കൊണ്ടാണ് ഇവയെ പത്തോജൻസ് എന്ന് അറിയപ്പെടുന്നത്. ലിവിങ് വിത്ത് ദ മൈക്രോ ഓർഗാനിസംസ്. മൈക്രോസ്കോപ്പിലൂടെയുള്ള ബാക്ടീരിയയുടെയും വൈറസിൻ്റെയും ചിത്രങ്ങളാണ് മുകളിലുള്ളത്. ഇനി പറയുന്നത് ലിവിങ് വിത്ത് ദ മൈക്രോ ഓർഗാനിസംസ്. നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ പത്തോജൻസ്. എല്ലാ മൈക്രോ ഓർഗാനിസംസും പത്തോജൻസ് അല്ല, അതായത് രോഗത്തിന് കാരണമാകുന്നില്ല. ദർ ആർ മെനി ബെനഫിഷ്യൽ ബാക്ടീരിയ ഇൻ അവർ ബോഡി. നല്ല ബാക്ടീരിയകളും നമ്മുടെ ശരീരത്തിലുണ്ട്. ദ ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് അവർ ഫുഡ്. അത് ഡൈജഷനും ആഹാരം ദഹിക്കുന്നതിനും അത് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുവാനും എല്ലാം സഹായിക്കുന്നു. There are many instances where microorganisms can be useful to us. പല സാഹചര്യങ്ങളും ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരം ചെയ്യാറുണ്ട്. ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൺ ബാക്ടീരിയ. നമ്മുടെ ദോശമാവ് പുളിപ്പിക്കുന്നത് ഒരു തരം ബാക്ടീരിയയാണ്. ബാക്ടീരിയ ആൻഡ് ഫംഗി ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ആൻഡ് ആഡ് ഇറ്റ് ടു ദ സോയിൽ. ഓർഗാനിക്കായിട്ടുള്ള പല കാര്യങ്ങളും മണ്ണിൽ അലിഞ്ഞു ചേരാൻ സഹായിക്കുന്നത് ബാക്ടീരിയയും ഫംഗിയും ഒക്കെയാണ്. ഫൈൻഡ് മോർ ഇൻസ്റ്റൻസസ് വേർ മൈക്രോ ഓർഗാനിസംസ് ആർ ബെനഫിഷ്യൽ ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. എങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇനി മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ളത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതി വയ്ക്കണം. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി അന്വേഷിച്ച് കണ്ടെത്തണം എന്തൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എന്നുള്ളത്. ദ വേൾഡ് ഓഫ് ഫംഗി. ഫംഗികളുടെ ലോകം. വി ആർ ഫെമിലിയർ വിത്ത് ബ്രെഡ് മോൾഡ് ആൻഡ് ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഓൺ ക്ലോത്ത്സ്. ബ്രെഡ് കുറച്ച് ദിവസം വെച്ചാൽ അതിന് മുകളിലായിട്ട് ഫംഗസ്, വെള്ളപ്പൂപ്പൽ പോലെ വരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ തുണികൾ നനഞ്ഞ് കുറേ ദിവസം ഉണങ്ങാതെയൊക്കെ ഇരുന്നാൽ അതിൽ കരിമ്പൻ, കറുത്ത പുള്ളി പോലെ വരുന്നത് കണ്ടിട്ടില്ലേ? ദേ ആർ ഓൾ ഫംഗി. അതെല്ലാം ഫംഗസാണ്, ഫംഗിയാണ്. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് and histoplasma are some of the fungi that cause diseases to humans. മനുഷ്യന് അസുഖം വരുത്തുന്ന കുറച്ച് ഫംഗികളുടെ പേരാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ എന്നുള്ളതൊക്കെ. ഇതൊക്കെ നമുക്ക് രോഗം വരുത്തും. The world of fungi includes everything from edible mushrooms to those that cannot be seen with the naked eyes. നമ്മൾ കഴിക്കുന്ന കൂൺ ഒരു ഫംഗിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കാത്ത തരം ഫംഗികളും ലോകത്ത് ഉണ്ട്. ഹൗ ഡിസീസസ് സ്പ്രെഡ്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഡിസീസസ് സ്പ്രെഡ്. ഒരു കുട്ടി ചുമയ്ക്കുകയാണ്, വായ പൊത്തിപ്പിടിക്കാതെയാണ് ചുമക്കുന്നത്. അതിൽ നിന്നും അണുക്കൾ മറ്റുള്ളവരിലേക്ക് പകരുന്നു ഇല്ലേ? അതുപോലെ തന്നെ ഭക്ഷണ സാധനം തുറന്നു വച്ചിരിക്കുകയാണ്, അതിൽ നിറയെ ഹൗസ് ഫ്ലൈ, ഈച്ച ഉണ്ട് അല്ലേ? ഇതും അസുഖങ്ങൾ പകരാനായിട്ട് കാരണമാകുന്നു. വൈ ഡു വി കവർ അവർ നോസ് ആൻഡ് മൗത്ത് വിത്ത് എ ഹാൻഡ് കർച്ചീഫ് വെൻ വി കോട്ട് ഓർ സ്നീസ്. തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും എല്ലാം ഒരു ഹാൻഡ് കർച്ചീഫിലേക്ക് ചുമയ്ക്കണം, തുമ്മണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മൂക്കും വായും പൊത്തിപ്പിടിച്ചാൽ പുറമേക്ക് ഈ അണുക്കളൊന്നും പകരില്ല, വൈറസും ഫംഗസും ഒന്നും വായുവിലൂടെ പകരില്ല അല്ലേ? വൈ ഡു വി കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്. എന്തുകൊണ്ടാണ് ഫുഡ് ഐറ്റംസ് കവർ ചെയ്യാൻ പറയുന്നത്? അതിൽ രോഗങ്ങൾ പരത്തുന്ന ഈച്ച മുതലായ ജീവികൾ വരാതിരിക്കാനാണ് മൂടി വയ്ക്കണമെന്ന് പറയുന്നത്. ഇൻ വാട്ട് വേയ്സ് ഡു ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ദ ഹ്യൂമൻ ബോഡി? ഡിസ്കസ് ആൻഡ് കംപ്ലീറ്റ് ദ ഐഡിയ ചാർട്ട്. എങ്ങനെയാണ് രോഗം പരത്തുന്ന മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ മനുഷ്യൻ്റെ ബോഡിയിൽ പ്രവേശിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ഈ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു. ഹൗ മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ദ ബോഡി ആൻഡ് ദ ഡിസീസ് ദേ കോസ്. എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസംസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്? 2 വഴിയിലൂടെയാണ്. നോട്ട് ത്രൂ വെക്റ്റേഴ്സ്. നോട്ട് ത്രൂ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രോഗം പരത്തുന്ന ഏതെങ്കിലും ജീവികൾ ഇല്ലാതെ ഏത് വഴിയൊക്കെ പകരാം? ത്രൂ സോയിൽ, മണ്ണിലൂടെ; ത്രൂ എയർ, വായുവിലൂടെ; ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും. ഈ മണ്ണും എയറും അതുപോലെ തന്നെ വെള്ളവും ഫുഡും, ഇതിൽ മറ്റൊരു ജീവിയില്ല അല്ലേ? നമുക്ക് രോഗം പരത്തുന്നത് ജീവികളല്ല ഇതിൽ, പകരം മണ്ണിലൂടെയും അതുപോലെ തന്നെ വായുവിലൂടെയും വെള്ളത്തിലൂടെയും
ഫുഡിലൂടെയും ഒക്കെയാണ് നമുക്ക് രോഗം വരുന്നത്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ത്രൂ വെക്റ്റേഴ്സ്, രോഗം പരത്തുന്ന രോഗവാഹകരായിട്ടുള്ള ജന്തുക്കൾ ഉണ്ടാവും, ജീവികൾ ഉണ്ടായിരിക്കും. അതിൽ ഒന്ന് തന്നിരിക്കുന്നത് ഡെങ്കു ഫീവർ എന്നാണ്. ഡെങ്കു ഫീവർ ആരാണ് പരത്തുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ഹ്യൂമൻസ്, മനുഷ്യർ വഴി പകരുന്ന രോഗങ്ങളുണ്ട്. ബേർഡ്സ്, പക്ഷികൾ വഴി പകരുന്ന രോഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തേത് നോട്ട് ത്രൂ വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സ് ഇല്ലാതെ പകരുന്ന രോഗങ്ങളാണ്. ത്രൂ സോയിൽ, മണ്ണിലൂടെ പകരുന്നത് ഏതെല്ലാം രോഗമാണ്? വേം ഡിസീസ്, വിരശല്യം, ടെറ്റനസ്, ഇങ്ങനെ 2 രോഗങ്ങളാണ് തന്നിരിക്കുന്നത്. അടുത്തത് ത്രൂ എയർ, വായു വഴി പകരുന്നത് ട്യൂബർക്കുലോസിസ്, TB, ക്ഷയം എന്ന് പറയുന്ന രോഗം. അതുപോലെ തന്നെ COVID-19 എയറിലൂടെ പകരുന്നതാണ്. അടുത്തത് ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്നത് ടൈഫോയിഡ്, കോളറ, ഈ 2 രോഗങ്ങളാണ്. അടുത്തത് ത്രൂ വെക്റ്റേഴ്സ്, രോഗവാഹികൾ വഴി പകരുന്ന രോഗങ്ങളാണ്. ആദ്യത്തേത് മൊസ്കിറ്റോ, കൊതുക് പരത്തുന്ന രോഗമാണ്. ഡെങ്കിപ്പനി എന്ന് തന്നിരിക്കുന്നു അല്ലേ. ഇനി അടുത്തത് മലേറിയ, പിന്നെ ചിക്കൻ ഗുനിയ. ഇനി ഹൗസ് ഫ്ലൈ, ഈച്ച പരത്തുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് കോളറ, ടൈഫോയിഡ്, ഡയേറിയ. അടുത്തത് മനുഷ്യർ, ഹ്യൂമൻസ് വഴി പകരുന്നത് എയ്ഡ്സ്, സോർ ഐ, ചെങ്ങണ്ണ്. പിന്നെ ബേർഡ്സ് വഴി പകരുന്നത് ഹിസ്റ്റോപ്ലാസ്മോസിസ്, ബേർഡ്സ് ഫീവർ, ഇതൊക്കെയാണ്. നൗ യു നോ ദാറ്റ് ഡിസീസസ് സ്പ്രെഡ് ത്രൂ വേരിയസ് വേസ്. നമുക്ക് മനസ്സിലായി രോഗങ്ങൾ പകരുന്നത് പല വഴികളിലൂടെയാണ് എന്ന്. ഹൗ മെനി ഡിസീസ് ക്യാരിയിങ് ഓർഗാനിസം വർ യു ഏബിൾ ടു ഐഡൻറ്റിഫൈ? എത്ര ഓർഗാനിസംസ് ആണ് രോഗങ്ങൾ പരത്തുന്നത്? നിങ്ങൾ എത്ര എണ്ണത്തിനെ ഐഡൻറ്റിഫൈ ചെയ്തു? വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിയിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി. വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഹൗസ് ഫ്ലൈ, റാറ്റ് ഫ്ലീ, മൊസ്കിറ്റോ, ബാറ്റ്സ് എക്സിട്ര ആർ സം ഓഫ് ദ വെക്റ്റർ ഓർഗാനിസംസ്. ഏതൊക്കെയാണത് ചെയ്യുന്നത്? ഈച്ച, അതുപോലെ തന്നെ എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ, ഇതൊക്കെയാണ് ഈ പറഞ്ഞ ബാക്ടീരിയയെയും ഫംഗസിനെയും വൈറസിനെയും എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈച്ച വന്നിരുന്ന ഒരു ഭക്ഷണം കഴിച്ചാൽ ഈച്ചയുടെ കാലിലും ശരീരത്തിലും ഉണ്ടാകുന്ന വൈറസോ ബാക്ടീരിയയോ ഫംഗസോ ഒക്കെ നമ്മുടെ ഭക്ഷണത്തിലാകുന്നു. അതുപോലെ തന്നെ കൊതുകിൻ്റെ ശരീരത്തിലുള്ള ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മളെ കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. പിന്നെ നിപ്പ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തിൽ നിന്നാണ്? വവ്വാല് കടിച്ച വവ്വാലിൻ്റെ ഉമിനീരിലുള്ള ആ ഒരു വൈറസാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തി നിപ്പ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഇവയെ വെക്റ്റേഴ്സ്, രോഗവാഹികൾ എന്ന് പറയുന്നത്. മൈക്രോ ഓർഗാനിസംസ്, രോഗം ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസിനെ നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് വെക്റ്റേഴ്സാണ്. വെൻ ദ സറൗണ്ടിങ്സ് ബിക്കം പൊല്യൂട്ടഡ്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ. ഡു സിമിലർ കണ്ടീഷൻസ് എക്സിസ്റ്റ് ഇൻ യുവർ സറൗണ്ടിങ്സ്. നമ്മുടെ പരിസരം മലിനമായിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാണത് മലിനമാകുന്നത്, പൊല്യൂട്ടഡ് ആകുന്നത്? കണ്ടില്ലേ? ഓരോ പിക്ചറിലും സാധനങ്ങൾ, വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ട് അത് കഴിക്കാനായിട്ട് ഒരുപാട് നായകളും അതുപോലെ തന്നെ പക്ഷികളും എലിയും കൊതുകും ഈച്ചയും എല്ലാം വന്ന് അവിടെ ആകെ പൊല്യൂട്ടഡ് ആയിരിക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് കൂട്ടിയിടുന്നതിലൂടെ ഇങ്ങനെയുള്ള വെക്റ്റേഴ്സ് പെരുകി നമുക്ക് അസുഖം വരാനുള്ള സാഹചര്യം വളരെയധികം വർദ്ധിക്കുന്നു. റൈറ്റ് ഡൗൺ ദ കണ്ടീഷൻസ് ഇൻ വിച്ച് വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ. എങ്ങനെയൊക്കെയാണ് വെക്റ്റേഴ്സ് പെരുകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെക്റ്റേഴ്സിൽ ഹൗസ് ഫ്ലൈ, ഈച്ച പെരുകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഗാർബേജ് ആൻഡ് വേസ്റ്റ് ഡംപ്സ്, വേസ്റ്റ് കൊണ്ട് കൂട്ടിയിടുന്നത്. റോട്ടിംഗ് ഫുഡ്, പഴകിയ ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയുന്നത്. മാന്യുവർ ആൻഡ് അതർ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ, വളവും അതുപോലെ തന്നെ അഴുകിയ ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുമൊക്കെ കൂട്ടിയിടുന്നത്. ഇതെല്ലാം എന്ത് പെരുകാൻ കാരണമാകും? ഹൗസ് ഫ്ലൈ പെരുകാനായിട്ട് കാരണമാകും.
നെക്സ്റ്റ് മോസ്കിറ്റോ, കൊതുകാണ് തന്നിരിക്കുന്നത്. മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്സ്, ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽസ് ആൻഡ് സ്റ്റാഗ്നൻറ്റ് വാട്ടർ. മോസ്കിറ്റോസ് എങ്ങനെയാണ് മുട്ടയിട്ട് പെരുകുന്നത്? പ്ലാസ്റ്റിക് ബാഗ്സ് കൂട്ടിയിട്ടിരിക്കുന്ന, അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കി വിടുന്ന ബോട്ടിൽസ്, അതുപോലെ ചിരട്ട, കെട്ടിക്കിടക്കുന്ന വെള്ളം, ഇതിലെല്ലാം മുട്ടയിട്ടാണ് ഇവ പെരുകുന്നത്. ഇനി അടുത്തത് റാറ്റ്, എലിയാണ്. എലി എങ്ങനെയാണ് കൂടുന്നത്? അർബൻ ഏരിയാസ് വിത്ത് പുവർ സാനിറ്റേഷൻ, നഗരപ്രദേശങ്ങളിലെ വൃത്തിയില്ലായ്മ. പ്ലേസസ് വിത്ത് അബൻഡൻറ്റ് ഫുഡ് വേസ്റ്റ് കൂട്ടിയിടുന്നത്. ക്ലറ്റേർഡ് ഏരിയാസ് വിത്ത് പ്ലൻറ്റി ഓഫ് ഹൈഡിങ് സ്പോട്ട്സ്. ക്ലറ്റേർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടുള്ളത്. അവിടെ ഇതിന് ഒളിച്ചിരിക്കാനായിട്ട്, താമസിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ലഭിക്കും. വാട്ട് ക്യാൻ വി ഡു ടു കൺട്രോൾ വെക്ടേഴ്സ്? എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും വെക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട്? ഡിസ്കസ് ഇൻ ദ ക്ലാസ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. നിങ്ങളുടെ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്ത് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് us കൺട്രോൾ മോസ്കിറ്റോസ്. എങ്ങനെ മോസ്കിറ്റോസിനെ നിയന്ത്രിക്കാം, കൺട്രോൾ ചെയ്യാം? We can prevent many diseases by controlling mosquitoes. Is it enough to eliminate mosquito breeding conditions only in our home? നമുക്ക് കൊതുകിനെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഇത് പെരുകുന്നത് കുറയ്ക്കാനായിട്ട് കഴിയുക? വീട്ടിൽ മാത്രമാണോ ഇത് ചെയ്യാൻ കഴിയുക? അല്ലേ? എല്ലാ സ്ഥലത്തും നമ്മുടെ സൊസൈറ്റി മുഴുവനായും ഇതിനെ ഇറങ്ങി പുറപ്പെടേണ്ടതുണ്ട്. കാരണം കൊതുക് വഴി ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഒരു മോസ്കിറ്റോയും അതുപോലെ തന്നെ ഒരു ഹൗസ് ഫ്ലൈയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. മോസ്കിറ്റോ പറയാണ്, വി കാൺട്ട് സർവൈവ് ഹിയർ, വി ഹാവ് ടു ലുക്ക് ഫോർ അതർ പ്ലേസസ് ടു ലേ എഗ്സ്. നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയില്ല, മുട്ടയിട്ട് പെരുകാനായിട്ട് വേറെ സ്ഥലം അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൗസ് ഫ്ലൈ, ദിസ് ലൊക്കാലിറ്റി ഈസ് ക്ലീൻ, ഈ സ്ഥലം വളരെ വൃത്തിയുള്ളതാണ്. വി കനോട്ട് ലിവ് ഹിയർ, നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല എന്നാണ് ഈച്ച പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ക്ലീനായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ കൊതുകോ ഈച്ചയോ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ വീടും അതുപോലെ തന്നെ പരിസരവും നമ്മുടെ സ്കൂളും എല്ലാം വൃത്തിയാക്കി വെച്ചാൽ ഇവ മൂലമുണ്ടാവുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാം. Avoid waterlogging, removing grass and weeds around residences and cleaning drains are a few ways to prevent mosquito breeding. Observe the illustration. എങ്ങനെയൊക്കെ നമുക്ക് കൊതുകിനെ നശീകരിക്കാം? വാട്ടർ ലോഗിംഗ്, റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസസ് ആൻഡ് ക്ലീനിങ് ഡ്രെയിൻസ് ആർ എ ഫ്യൂ വേയ്സ്. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റും ആവശ്യമില്ലാത്ത പുല്ലുകളും കളകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ചു കളയാം. അതുപോലെ തന്നെ ഓടകളും ചാലുകളുമെല്ലാം വൃത്തിയാക്കാം. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ. തന്നിരിക്കുന്ന ഒരു ചിത്രം നോക്കൂ. കൊതുകിനെ തുരത്താനുള്ള കുറച്ച് വഴികളാണ്. ഒരു മോസ്കിറ്റോ നെറ്റുണ്ട്, പിന്നെ ഒരു ബാറ്റുണ്ട് അല്ലേ? അതുപോലെ തന്നെ കൊതുകിനെ കൊല്ലുന്ന ഒരു കൊതുക് തിരിയും പിന്നെ കറണ്ടിൽ കുത്തിവെക്കുന്ന ഒരു ജെല്ലുമാണ് ഫോട്ടോയിലുള്ളത് അല്ലേ? വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്സ്? എങ്ങനെ കൊതുക് കടിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാമെന്നാണ് പറയേണ്ടത്. കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ നമ്മുടെ വാതിലുകളും ജനലുകളും അടച്ചിടുക. പിന്നെ വേറെ എന്തൊക്കെ വഴിയുണ്ട്? യൂസ് മോസ്കിറ്റോ നെറ്റ്സ്. കൊതുക് വലകൾ ഉപയോഗിക്കുക. യൂസ് ഇലക്ട്രിക് ബാറ്റ്സ് ഫോർ കില്ലിംഗ് മോസ്കിറ്റോസ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കായിട്ട് ഉപയോഗിക്കുന്ന ബാറ്റ്സ് കിട്ടും അല്ലേ? അത് ഉപയോഗിക്കുക. വെയറിങ് ലോങ് സ്ലീവ്ഡ് ക്ലോത്ത്സ്. നീളമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഇതൊക്കെ ചെയ്താൽ കൊതുക് കടിയിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് രക്ഷ നേടാനാവും. വിൽ ദ ഹൈജീൻ ഓഫ് അവർ സറൗണ്ടിങ്സ് ബി ഇനഫ് ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്? ലെറ്റ് us see some other things to keep in mind. നമ്മുടെ ചുറ്റുപാടും വൃത്തിയാക്കിയാൽ മാത്രം നമുക്ക് രോഗങ്ങൾ വരാതിരിക്കുമോ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡിസീസസ്, അതുപോലെ തന്നെ തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. രോഗങ്ങൾ എങ്ങനെ വരുന്നു, അത് വരാതെ എങ്ങനെ നമുക്ക് അത് ശ്രദ്ധിക്കാം എന്നുള്ളതാണ് അടുത്തത്. ഇതിൽ ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. വെള്ളവും ഭക്ഷണവും വഴി വരുന്ന രോഗങ്ങൾ അതെങ്ങനെയാണ് നമുക്ക് തടുക്കാൻ കഴിയുന്നത്? യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്.
ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കീപ്പ് ഫുഡ് ഐറ്റംസ് കവേർഡ്, എല്ലാ ഭക്ഷണങ്ങളും മൂടി വയ്ക്കുക. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ, ചൂടുവെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അടുത്തത് ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്റ്റ്, വായു വഴി പകരുന്ന അസുഖങ്ങളെ, അതുപോലെ ഒരാളുമായിട്ടുള്ള കോണ്ടാക്റ്റ് വഴിയുള്ള അസുഖങ്ങളെ. എങ്ങനെയാണ്? അവോയ്ഡ് കോണ്ടാക്റ്റ് വിത്ത് ദ സിക്ക് പേഴ്സൺ, രോഗമുള്ള ആളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക. ഡോണ്ട് യൂസ് ദ സിക്ക് പേഴ്സൺസ് ഹാൻഡ് കർച്ചീഫ്, ക്ലോത്ത്സ് എക്സെട്ര, അതുപോലെ തന്നെ അസുഖമുള്ള ആളുടെ ഹാൻഡ് കർച്ചീഫ്, വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കാതിരിക്കുക. യൂസ് മാസ്ക് ഉപയോഗിക്കുക. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഹൈജീൻ ശ്രദ്ധിക്കുക. കുളിക്കുക, പല്ല് തേക്കുക, കൈ കഴുകുക, അങ്ങനെ ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള ഹൈജീൻ ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം. നെക്സ്റ്റ്, ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സീവേജ്, മണ്ണിലൂടെയും ഒക്കെ പകരുന്ന രോഗങ്ങളെ അല്ലെങ്കിൽ മലിനജലത്തിലൂടെ പകരുന്ന രോഗങ്ങളെ എങ്ങനെ മാറ്റി നിർത്താം? യൂസ് ഫുഡ് വെയർ, ചെരുപ്പ് ധരിക്കുക. പ്രിവെൻറ്റ് വൂൺസ് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സീവേജ്, മലിനജലം തട്ടുന്ന മുറിവുകളുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുക. വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡേർട്ടി, എന്തെങ്കിലും അഴുക്കായി കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലുമെല്ലാം സോപ്പിട്ട് നന്നായി കഴുകുക. ഇങ്ങനെയൊക്കെ വാട്ടറിലൂടെയും ഫുഡിലൂടെയും അതുപോലെ തന്നെ എയറിലൂടെയും കോണ്ടാക്റ്റിലൂടെയും എല്ലാം വരുന്ന അസുഖങ്ങളെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് കഴിയും. വാട്ട് ക്യാൻ യു ഡു ടു എൻഷുർ ദാറ്റ് യുവർ ഹോം, സ്കൂൾ ആൻഡ് വാഷ്റൂംസ് ആർ ക്ലീൻ ടു പ്രിവെൻറ്റ് ഡിസീസസ്? നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? നിങ്ങളുടെ വീട്, അതുപോലെ തന്നെ സ്കൂള്, വാഷ്റൂം, ഇതെല്ലാം ക്ലീൻ ആക്കി നിർത്താൻ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എഴുതണം. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ എനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, നമ്മൾ ഇതുവരെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പകരുന്ന രോഗങ്ങൾ മനുഷ്യരിൽ മാത്രമാണ് പഠിച്ചത് അല്ലേ? ഇനി അത് എനിമൽസിലും പ്ലാന്റ്സിലും എങ്ങനെയാണ് എന്ന് നോക്കാം. ഡു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എഫക്റ്റ് ഓൺലി ഹ്യൂമൻസ്? സീ ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. നോക്കൂ, ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സിൽ മൃഗങ്ങൾക്ക് വന്നിരിക്കുന്ന ഓരോ രോഗങ്ങളെക്കുറിച്ച് ഉള്ള റിപ്പോർട്ടാണ്. അപ്പോൾ മൃഗങ്ങൾക്കും വരും അല്ലേ പകർച്ചവ്യാധികൾ? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾക്കും വരാം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഹാവ് യു ഒബ്സർവ്ഡ് ദ പ്ലാന്റ്സ് ദാറ്റ് ഹാവ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? സീ ദ പിക്ചേഴ്സ്. ഇപ്പോൾ മനുഷ്യരിലും മൃഗങ്ങളിലും കണ്ടു, ഇനി ചെടികളിലും ഉണ്ട് അല്ലേ? പ്ലാന്റ്സിനും ഇതുപോലെയുള്ള അസുഖങ്ങൾ വരാം. നോക്കൂ, ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്, നെല്ലിലെ ഇലപ്പുള്ളി രോഗം അഥവാ ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ്. ഇനി അടുത്തത് മൊസൈക്ക് ഡിസീസ് ഇൻ പീ പ്ലാന്റ്സ്, പയറിലയിലെ മൊസൈക്ക് ഡിസീസ് എന്ന് പറയുന്നത് കണ്ടില്ലേ? പയറിൻ്റെ ഇലയിലെ കുത്തുകുത്തായിട്ട് മൊസൈക്ക് പോലെ വരുന്ന ഒരു രോഗം. ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്, തെങ്ങിൻ്റെ കൂമ്പു ചീയൽ, ഇതൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. എൻക്വയർ അബൌട്ട് അതർ ഡിസീസസ് ദാറ്റ് എഫക്റ്റ് പ്ലാന്റ്സ് ആൻഡ് ഓർഗാനിസംസ്, റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. ഈ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഇനി എന്തെങ്കിലും അസുഖങ്ങൾ പ്ലാന്റ്സിനും ഓർഗാനിസംസിനും വരുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണം. ഹൈജീൻ ഹാബിറ്റ്സ് ഏതൊക്കെയാണ്? ഈസ് ഇൻ പേഴ്സണൽ ഹൈജീൻ ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എൻവിയോൺമെൻറ്റൽ ഹൈജീൻ ഫോർ എ ഹെൽത്തി ലൈഫ്? ലുക്ക് അറ്റ് സം ഹാബിറ്റ്സ്. നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ വളരെ ആരോഗ്യപരമായി സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഹൈജീൻ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ പിക്ചറിൽ നോക്കൂ, ഒരു കുട്ടി കടയിൽ നിന്ന് ഒരു ആളിൽ നിന്ന് സാധനം വാങ്ങുകയാണ്, പാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, പക്ഷേ അതിൻ്റെ സറൗണ്ടിങ്സ് ഒന്ന് നോക്കൂ, വളരെ വൃത്തികേടായിട്ടാണ് ഉള്ളത് അല്ലേ? വെള്ളം കെട്ടിക്കിടക്കുന്നു, ഒരു നായുണ്ട്, അതുപോലെ തന്നെ പക്ഷികൾ മുകളിൽ പറന്നു കിടക്കുന്നു, അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പിന്നെ ഒരു കുട്ടി നടന്നു പോകുന്നത് നിറയെ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തു കൂടിയാണ് അല്ലേ? അതിലൂടെ നമുക്ക് മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരിസ്ഥിതി സംരക്ഷണവും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഹൈജീൻ നോക്കുന്നതും. കുറച്ച് ഹൈജീൻ ഹാബിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഇതെല്ലാം പാലിച്ച് ആരോഗ്യം നിലനിർത്തണം. വിച്ച് ഓഫ് ദീസ് ആർ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ്? ടിക്ക് ദം.
ഏതാണ് നല്ല ശീലങ്ങൾ, ആരോഗ്യകരമായ നല്ല ശീലങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ടിക്കിടാനാണ് പറഞ്ഞിരിക്കുന്നത്. വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽസ്, ഭക്ഷണം കഴിഞ്ഞ് മാത്രമേ കൈ കഴുകൂ. അതൊരു നല്ല ശീലമാണോ? അല്ല, അല്ലേ? ഭക്ഷണത്തിന് മുൻപും കഴുകണം, ശേഷവും കഴുകണം. ബ്രഷ് ടീത്ത് എവറി നൈറ്റ് ആഫ്റ്റർ മീൽസ്, പല്ല് തേക്കും, ഭക്ഷണത്തിന് ശേഷം രാത്രി എല്ലാ ദിവസവും പല്ല് തേക്കും. അതൊരു നല്ല ശീലമാണ്, അല്ലേ? ഗുഡ് ഹാബിറ്റാണ്. ഡു നോട്ട് ട്രിം ദ നെയിൽസ് ഓഫ് ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്, കയ്യിലെയും കാലിലെയും നഖം മുറിക്കാതിരിക്കുക. അതൊരു ബാഡ് ഹാബിറ്റാണ്. യൂസ് ഫുഡ് വെയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്, പുറത്ത് നടക്കുമ്പോൾ ചെരിപ്പിടുന്നത് ഗുഡ് ഹാബിറ്റ്. ഈറ്റ് ഫ്രൂട്ട്സ് ദാറ്റ് ആർ നോഡ് ബൈ ബേർഡ്സ്, പക്ഷികൾ കൊത്തിയ പഴങ്ങൾ കഴിക്കുന്നത് ബാഡ് ഹാബിറ്റാണ്, അല്ലേ? ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ, തുറന്നു വച്ചിരിക്കുന്ന വെള്ളമോ ഭക്ഷണ സാധനങ്ങളോ കഴിക്കാറില്ല. ഗുഡ് ഹാബിറ്റ്. സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്, പബ്ലിക് പ്ലേസസിൽ തുപ്പുന്നത് ബാഡ്. ബാത്ത് ഡെയിലി, കുളിക്കുന്നത് ദിവസവും നല്ലൊരു ഹാബിറ്റാണ്, അല്ലേ? പ്രിപ്പയർ ആൻഡ് ഡിസ്പ്ലേ പോസ്റ്റേഴ്സ് റിലേറ്റഡ് ടു പേഴ്സണൽ ഹൈജീൻ ആൻഡ് എൻവിയോൺമെൻറ്റൽ ഹൈജീൻ, പോസ്റ്റർ തയ്യാറാക്കണം. എന്തിനെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? പേഴ്സണൽ ഹൈജീനും അതുപോലെ തന്നെ എൻവിയോൺമെൻറ്റൽ ഹൈജീനും, നമ്മുടെ സ്വന്തം ഹൈജീൻ സംരക്ഷിക്കുന്നതിനെ പറ്റിയുള്ളതും അതുപോലെ തന്നെ എൻവിയോൺമെൻറ്റൽ ഹൈജീനും, പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് എങ്ങനെയാണ് വൃത്തിയായി സൂക്ഷിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി. Our bodies naturally have the ability to control and fight pathogens once they enter the body. നമ്മുടെ ശരീരത്തിന് സ്വയം തന്നെ രോഗകാരികളായ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അതിനെ കൺട്രോൾ ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ് ഉണ്ട്. ദിസ് ഈസ് കോൾഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ഇതിനെയാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദിസ് എബിലിറ്റി വാരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, പക്ഷേ ഈ ഒരു കഴിവ് എല്ലാ മനുഷ്യരിലും ഒരുപോലെയല്ല, വ്യത്യസ്തമാണ്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് ആയ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ഒരു പരിധിക്ക് വെച്ച് അതിനുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ട്, നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ ശക്തി. The body is unable to develop natural immunity against some communicable diseases such as polio and hepatitis B. പക്ഷേ നാച്ചുറലായ ഇമ്മ്യൂണിറ്റിക്ക് ചില ഡിസീസസിനെ തടയാനുള്ള കരുത്ത് ഇല്ല. അതേതൊക്കെയാണ്? പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി. ഈ രണ്ട് രോഗങ്ങൾക്ക് എതിരെ പോരാടാനുള്ള ഒരു കരുത്ത് നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിന് ഇല്ല. We need to take vaccinations to avoid such diseases. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? അതിനോട് പ്രതിരോധിക്കാനുള്ള തരത്തിലുള്ള വാക്സിനേഷൻസ് നമുക്ക് വേണം. Through this it will be possible to gain immunity. This is called acquired immunity. ഇങ്ങനെ വാക്സിനൊക്കെ അടിക്കുന്നത് കൊണ്ട് നമുക്ക് ആ രോഗത്തിനോട് പൊരുതാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതല്ല, നമ്മൾ മറ്റൊരു വാക്സിൻ കുത്തിവെച്ച് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ത്രൂ വാക്സിൻസ് ദാറ്റ് വി ഹാവ് സർവൈവ്ഡ് മെനി എപ്പിഡമിക്സ് such as smallpox, plague and polio which have threatened very existence of the human race. ഇങ്ങനെ വാക്സിനൊക്കെ ഉപയോഗിച്ചത് കൊണ്ടാണ് നമുക്ക് സ്മോൾ പോക്സ്, പ്ലേഗ്, പോളിയോ എന്നിങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഈ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു മാറ്റാനായിട്ട് കഴിഞ്ഞത്. ഒരു പിക്ചർ നോക്കൂ. ദോസ് ഹു വാണ്ട് ടു ബി വാക്സിനേറ്റഡ് ഷുഡ് കം ടു കൗണ്ടർ 2. വാക്സിൻ എടുക്കേണ്ടവർ കൗണ്ടർ 2ലേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടിട്ട് കോവിഡ് വാക്സിൻ എടുക്കാനായിട്ട് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ? സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ട്, മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ട്. വിച്ച് ഡിസീസസ് ഷുഡ് ബി വാക്സിനേറ്റഡ് അഗെയിൻസ്റ്റ്? വിച്ച് ആർ ദ മാൻഡേറ്ററി വാക്സിൻസ് ടു ബി ടേക്കൺ ബൈ ദ ഏജ് ഓഫ് 16? ഏത് വാക്സിൻ ആയിരിക്കും? കോവിഡ് വാക്സിൻ ആയിരിക്കും, അതെ അല്ലേ? അതുപോലെ തന്നെ 16 വയസ്സ് വരെ നിർബന്ധമായിട്ടും എടുക്കേണ്ട വാക്സിൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഡിസ്കസ് ഇൻ ക്ലാസ്. കളക്ട് മോർ ഇൻഫർമേഷൻ ഫ്രം ഇൻ്റർവ്യൂസ് വിത്ത് ഹെൽത്ത് വർക്കേഴ്സ്. ഡു യു നീഡ് ടു പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ടു ഇൻ്റർവ്യൂ ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്? വിച്ച് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ഇൻക്ലൂഡഡ്? നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാക്സിൻസിനെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ആരുമായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്?
ഒരു ഹെൽത്ത് വർക്കറുമായിട്ട്, ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയാൽ മതി. അപ്പോൾ അയാളോട് ചോദിക്കാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വേണം, അത് പ്രിപ്പയർ ചെയ്യാനും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കുക? വാക്സിനേഷൻ ചാർട്ട്. BCG എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ബാസില്ലസ് കാൽമെറ്റ് ഗ്യൂറിൻ. OPV ഓറൽ പോളിയോ വാക്സിൻ. HepB ഹെപ്പറ്റൈറ്റിസ് B. FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. RVV റോട്ടാ വൈറസ് വാക്സിൻ. ഇതൊക്കെയാണ്. ഇനി കുറച്ച് ഏജ് തന്നിട്ടുണ്ട്, ഏതൊക്കെ വാക്സിൻ എപ്പോഴൊക്കെ കൊടുക്കണം എന്നുള്ളത്. അറ്റ് ദ ടൈം ഓഫ് ബർത്ത്, ജനന സമയത്ത് കൊടുക്കുന്നത് OPV, BCG, HepB. 6 ആഴ്ചയുള്ളപ്പോൾ OPV 1, RVV 1, പെൻറ്റാവാലൻറ്റ് 1, FIPV 1, PCV 1. ഇനി 10 വീക്സ് ഉള്ളപ്പോഴോ OPV 2, RVV 2, പെൻറ്റാവാലൻറ്റ് 2. നെക്സ്റ്റ് 14 വീക്സ് 14 ആഴ്ച OPV 3, RVV 3, പെൻറ്റാവാലൻറ്റ് 3, FIPV 2, PCV 2. നെക്സ്റ്റ് PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. MR മീസിൽസ് റുബെല്ല വാക്സിൻ. DPT ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് വാക്സിൻ. TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ഇനി 9 മന്ത്സിൽ കൊടുക്കുന്നത് MR1, PCV ബൂസ്റ്റർ, വിറ്റാമിൻ A, FIPV 3. 16 to 24 മന്ത്സ് അതിൽ കൊടുക്കേണ്ടത് MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2. ഇനി 5 to 6 ഇയേഴ്സിന് കൊടുക്കേണ്ടത് DPT ബൂസ്റ്റർ 2 ആണ്. 10 ഇയേഴ്സിൽ TD1, 16 ഇയേഴ്സിലോ TD2. അപ്പോൾ ഈ ഓരോ ഏജിലും കൊടുക്കേണ്ട വാക്സിൻസ് തന്നിരിക്കുന്നു. ഏത് വാക്സിനാണ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതെല്ലാം പഠിക്കണം. കംപ്ലീറ്റ് ദ ചാർട്ട് ബൈ ആഡിങ് യുവർ ഫൈൻഡിങ്സ്. പ്രിവെൻറ്റ് വാക്സിൻസ്. ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. നെയിം ഓഫ് ദ വാക്സിൻ, ഏജ്, ഡിസീസ്. വാക്സിൻ്റെ പേര് പോളിയോ വാക്സിൻ. ഏജ് തന്നിട്ടില്ല. ഡിസീസ് ഏത് രോഗത്തിനെതിരെയാണ്? പോളിയോയ്ക്ക് എതിരെയാണ്. അപ്പോൾ ആ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. പോളിയോ വാക്സിൻ എന്ന് പറഞ്ഞു, അത് ഏതൊക്കെ മാസമാണ്? ഇടവിട്ട മാസങ്ങളിലൊക്കെ ഉണ്ട് അല്ലേ? 1 മാസം മുതൽ 24-ാം മാസം വരെ കൊടുക്കുന്നതുണ്ട്. 1, 10, 14, 16, 24 ഈ സമയങ്ങളിലെല്ലാം കൊടുക്കണം. പോളിയോയ്ക്ക് വേണ്ടിയുള്ളതാണ്. അടുത്തത് BCG എപ്പോഴാണ്? പ്രായം അറ്റ് ദ ടൈം ഓഫ് ബർത്ത്, ജനന സമയത്താണ് അല്ലേ? ഏത് രോഗത്തിനെതിരെയാണ്? TB ട്യൂബർക്കിൾ ബാസില്ലസ്. നെക്സ്റ്റ് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. 10 വയസ്സിലും 16 വയസ്സിലും എടുക്കുന്നുണ്ട്. ഇത് ഏത് രോഗത്തിനെതിരെയാണ്? ടെറ്റനസ് ഡിഫ്തീരിയ. അടുത്തത് RVV 6 to 14 വീക്സ്, 6ഉം 14ൻ്റെ ഉള്ളിൽ എടുക്കേണ്ടതാണ്, ആഴ്ചയുടെ ഉള്ളിൽ എടുക്കേണ്ടതാണ്. ഏത് രോഗത്തിനെതിരെയാണ്? ഡയേറിയയ്ക്ക് എതിരെയാണ്. പ്രോപ്പർ അവയർനെസ് ഈസ് ടു ബി ഗിവൺ ടു ദ പീപ്പിൾ റിഗാർഡിംഗ് ദ മോഡ് ഓഫ് transmission of diseases and the methods of prevention. What can we do for this? രോഗം പകരുന്നതിന് നമുക്ക് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിയും അല്ലേ? ഏതൊക്കെ മാർഗങ്ങളിലൂടെ? ഡ്രാമ, പപ്പട്രി, കാർട്ടൂൺ, പോസ്റ്റർ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. അതുകൂടാതെ ഷോർട്ട് ഫിലിം, പിന്നെയോ നോട്ടീസ്, ഇതിലൂടെയെല്ലാം ചെയ്യാൻ കഴിയും. Diseases can be kept away with proper awareness and preventive measures. Healthy people are the wealth of a nation. രോഗങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബോധവൽക്കരണത്തിലൂടെയും അതുപോലെ തന്നെ നമ്മൾ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും എല്ലാം തടയാൻ കഴിയും. ആരോഗ്യമുള്ള ജനങ്ങളാണ് ഒരു നാടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. Let us assess. Write down 5 decisions you have taken to maintain personal hygiene. നമ്മുടെ വ്യക്തിപരമായ ശുചിത്വം നിലനിർത്തുന്നതിന് നിങ്ങളെടുത്ത 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഹൈജീൻ ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രിവെൻറ്റിംഗ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? പ്ലീസ് എലാബറേറ്റ്. നമ്മുടെ പേഴ്സണലായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ ഹൈജീനും വളരെ പ്രധാനമാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് തടയുന്നതിന് എന്ന് പറഞ്ഞു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് എഴുതണം. Third question. Do you agree with the following precautions that we should take to control vector-borne diseases? വെക്ടേഴ്സിൽ നിന്ന് വരുന്ന രോഗങ്ങളുണ്ട് അല്ലേ? റാറ്റ്,
മൊസ്കിറ്റോ, ഇതൊക്കെ വഴി വരുന്ന രോഗങ്ങൾ തടയിടാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? എലിമിനേറ്റ് കണ്ടീഷൻസ് ദാറ്റ് കോസ് സീവേജ് അക്യുമുലേഷൻ, മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. അത് കറക്റ്റാണ് അല്ലേ? ഡിസ്പോസൽ ഓഫ് ഗാർബേജ് ഇൻ പബ്ലിക് പ്ലേസസ്, പബ്ലിക് പ്ലേസസ് ഗാർബേജ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണോ? അത് മോശമാണ് അല്ലേ? ബാഡാണ്. ഇഫ് വാട്ടർ റിട്ടൻഷൻ ഇൻ അൺഅവോയ്ഡബിൾ ബ്രീഡ് ഫിഷ് സച്ച് ആസ് ഗപ്പി ആൻഡ് ഗംബൂഷിയ ഇൻ ഇറ്റ്, വാട്ടർ ഇങ്ങനെ കെട്ടി നിർത്തേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ എന്തിനെ വളർത്തണം? ഗപ്പി, ഗംബൂഷിയ അങ്ങനെയുള്ള മീനുകളെ വളർത്താനാണ് പറയുന്നത്. അപ്പോൾ ഗുഡാണ് അത് അല്ലേ? ഫുഡ് ഐറ്റംസ് നീഡ് നോട്ട് ബി കെപ്റ്റ് കവേർഡ്, ഫുഡ് ഐറ്റംസ് തുറന്ന് ഇരിക്കുന്നത്, മൂടി വയ്ക്കാതിരിക്കുന്നത് നല്ലതാണോ? അല്ല അല്ലേ? യൂസ് ഫുഡ് ഐറ്റംസ് ഓൺലി ആഫ്റ്റർ വാഷിംഗ്, ഫുഡ് ഐറ്റംസ് കഴുകി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. കീപ് ദ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ, വീടും പരിസരവും ശുദ്ധിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. പ്രാക്ടീസ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ അറ്റ് സോഴ്സ്, നല്ല രീതിയിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് ഗുഡാണ് അല്ലേ? എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് പ്രിപ്പയർ ആൻഡ് പ്രസൻറ്റ് എ പ്ലേ ടു എഡ്യൂക്കേറ്റ് ദ പബ്ലിക് അബൌട്ട് ദ സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ആൻഡ് ദ പ്രിക്കോഷൻസ് വി നീഡ് ടു ടേക്ക് അഗെയിൻസ്റ്റ് ദം. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളെ ബോധവൽക്കരിക്കാൻ, എങ്ങനെയാണ് ഡിസീസസ് പകരുന്നത്, അതെങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു കളി, അത് പ്രിപ്പയർ ചെയ്യാനും അത് പ്രസൻറ്റ് ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പ്രിപ്പയർ എ വേസ്റ്റ് മാപ്പ് ഓഫ് ദ സ്കൂൾ പ്രിമസസ്, പ്രിപ്പയർ ഗൈഡ് ലൈൻസ് ഫോർ മേക്കിംഗ് ദ സ്കൂൾ എൻവയോൺമെൻറ്റ് ലിറ്റർ ഫ്രീ ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഫർമേഷൻ ഓൺ ദ മാപ്പ്. നിങ്ങളുടെ സ്കൂളിലെ പ്രിമിസസിൻ്റെ ചുറ്റുപാടുമുള്ളൊരു വേസ്റ്റ് മാപ്പ് തയ്യാറാക്കുക. എന്നിട്ട് അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതും നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. Okay dears, complete your textbook activities and study well. See you in next class. Thank you.